ഡെയിലി വെയർ യൂസസിന് നമ്മൾ ഡ്രസ്സ് നോക്കുമ്പോഴത്തേനും ഭയങ്കര കംഫർട്ടബിളായിട്ട് സട്ടിലായിട്ട് നിൽക്കുന്ന പ്രിൻസിൻ്റെയും കുറച്ച് ആർഭാടങ്ങളൊക്കെ കുറച്ചിട്ടുള്ളൊരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ഒക്കെ അല്ലേ നോക്കാറുള്ളത്. പിന്നെ കോട്ടൺ നമുക്ക് എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്ന ഒരു 3 കളേഴ്സിൽ വന്നേക്കുന്ന അൺസ്റ്റിച്ചഡ് സൽവാർ സെറ്റ് എല്ലാം കോട്ടണിലാട്ടോ വന്നേക്കുന്നത്. മൽ കോട്ടണിൽ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ പാലറ്റ് ആൻഡ് അതിൻ്റെ കൂടെ പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആൻഡ് ഇതിനകത്തൊരു ഫ്ലോറൽ ഡീറ്റെയിലിങ്ങിൽ വന്നേക്കുന്ന പ്രിൻ്റ് ആട്ടോ. ടോപ്പിൽ ത്രൂ ഈ ഒരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ടോപ്പിൻ്റെ എൻഡിലായിട്ട് ഈ ഒരു ബോർഡർ ഡീറ്റെയിലിങ്ങിൽ വന്നേക്കുന്ന പ്രിൻറ്റ് ആൻഡ് ഇതിൻ്റെ ബോട്ടം വരുന്ന ഈ ഒരു ബേസ് കളർ ക്രീം ഷെയ്ഡ് കൊടുത്തിട്ട് ബ്ലാക്കിൻ്റെ ഒരു കോമ്പിനേഷൻ. ആ ഒരു സെയിം പ്രിൻറ്റ് ഡീറ്റെയിലിങ്ങിൽ വന്നേക്കുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. സെറ്റൂൺ ഷിഫോണിൽ വന്നേക്കുന്ന ദുപ്പട്ടയാട്ടോ. ആൻഡ് ദുപ്പട്ടയുടെ എൻഡിലായിട്ട് വന്നേക്കുന്ന പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് നമ്മൾ അൺയൂഷ്വലായിട്ട് വന്നേക്കുന്ന ഒരു കളർ മസ്റ്റർഡ് എല്ലോൻ്റെ ഒരു കോമ്പിനേഷൻ കൂടെ എൻഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നേക്കുന്ന ഒരു അഫോർഡബിൾ റേഞ്ചിനകത്താണ് ഈ ഒരു കളക്ഷൻ കൊണ്ടുവന്നേക്കുന്നത്. ഫസ്റ്റ് സെറ്റ്. നെക്സ്റ്റ് വന്നേക്കുന്ന ബ്ലാക്കിൻ്റെ കൂടെ ഒലീവ് ഗ്രീനിൻ്റെ ഒരു കോമ്പിനേഷൻ. ഈ കളർ ബ്ലാക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ, ഭയങ്കര ഒരു ഡാർക്ക് ബ്ലാക്ക്. ആൻഡ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ട ഒരു സ്ട്രൈപ്സ് പാറ്റേണിൽ വന്നേക്കുന്ന പ്രിൻ്റാണ് ഇതിൽ പ്ലേസ് ചെയ്തേക്കുന്നത്. ആഞ്ചൽ പോർഷനിൽ ടോപ്പിൻ്റെ എൻഡിൽ വരുന്ന ആ ഒരു പ്രിൻറ്റിനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തേക്കുവാണ്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം കോട്ടണിൽ തന്നെയാണ് വന്നേക്കുന്നത്. മൽ കോട്ടണിൽ വന്നേക്കുന്ന ടോപ്പും ബോട്ടം ആൻഡ് ദുപ്പട്ട ഷിഫോണിലാട്ടോ. ലാസ്റ്റ് ഷെയ്ഡ് ബ്ലാക്ക് ആണെങ്കിലും ഇതിനകത്ത് ലൈറ്റായിട്ടൊരു ഗ്രേയിൻ്റെ ഒരു ഇൻഫ്ലുവൻസും കൂടി വരുന്നുണ്ട് കേട്ടോ. ഇതിനകത്തൊരു അബ്സ്ട്രാക്റ്റ് പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് നമ്മുടെ ലോട്ടസിൻ്റെയൊക്കെ ലീഫിൻ്റെ ഒരു പാറ്റേൺ പോലെ സിമിലർ ആ ഒരു പ്രിൻ്റാട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ കൂടെ പേര് ചെയ്തേക്കുന്ന സ്ട്രൈപ്സ് പാറ്റേണിൽ വന്നേക്കുന്ന ബോട്ടം കോട്ടണിൽ തന്നെയാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ടയും കോട്ടണിലാട്ടോ വന്നേക്കുന്നത്. മൽക്കോട്ടണിൽ വന്നേക്കുന്ന ദുപ്പട്ട ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ദുപ്പട്ട. JKL 521 പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 1399. പിന്നെ ടോപ്പിൻ്റെ എൻഡിലായിട്ട് ദുപ്പട്ടയുടെ എൻഡിലായിട്ട് ആഞ്ചൽ പോർഷനിൽ ടോപ്പിൽ വരുന്ന സെയിം പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. വീഡിയോയുടെ താഴെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഒക്കേഷണലി വെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് മസ്ലിൻ ഫിനിഷിലെ കളക്ഷൻസ് കാണാം. ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡാണ്. ആൻഡ് ഇതിലൊരു വി നെക്കിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഫ്രണ്ടിലായിട്ട് ഒന്ന് ടാസിൽസ് ടാസിൽസ് അറ്റാച്ച് ചെയ്ത് ഒരു ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫ്രണ്ടിലായിട്ട് ഒരു റൗണ്ട് നെക്കിൽ ഒരു വി നെക്ക് പോലെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് എൻഡിലായിട്ട് നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിൽ തന്നെ ഒരു സീക്വൻസ് അല്ല, ഒരു ബീഡ് വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് 3/4 സ്ലീവ് വരുന്നു. സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഒരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ആൻഡ് ബാക്ക് പോർഷനിലും സെയിം ഫ്രണ്ടിൽ വരുന്ന പോലെ ഒരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് സെയിം മസ്ലിൻ ഫിനിഷിൽ തന്നെ വന്നിട്ടുള്ള ദുപ്പട്ടയാണ് കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ദുപ്പട്ടയിൽ ഫുള്ളായിട്ട് നമുക്കൊരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ആൻഡ് എൻഡിലായിട്ടൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് കോട്ടൺ ബ്ലെൻഡിൽ വന്നിട്ടുള്ള ബോട്ടം. ബാക്കിൽ ഒരു എലാസ്റ്റിക് പ്ലേസ് ചെയ്തിട്ടുണ്ട്, കുറച്ചൊന്ന് സ്ട്രെച്ചബിൾ ആയിട്ട് നിൽക്കുന്ന രീതിക്ക്. ആൻഡ് ദിസ് ഈസ് ദ ലുക്ക്. ഇതൊന്ന് നമുക്കൊന്ന് കാഷ്വൽ ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്നൊരു കൈൻഡ് ഓഫ് മെറ്റീരിയലും കൂടെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ഈ ബ്ലാക്ക് കളറാണ്. ഞാൻ പൊതുവേ എവിടെയെങ്കിലും ബ്ലാക്ക് കളർ കാണണമെങ്കിൽ ആദ്യം ഞാൻ ഓടിപ്പോയി ബ്ലാക്കാണ് എടുക്കുന്നത്. അതാണ് എനിക്ക് കുറേ വീഡിയോസിൽ ബ്ലാക്ക് കളറായിരിക്കും മാക്സിമം കാണുന്നത്. ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലാക്ക് ഇഷ്ടമുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം. ബ്യൂട്ടിഫുള്ളായിട്ട് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് കളറിൽ തന്നെ ഒരു ഗ്രേഡ് ഒരു ടോണിൽ വന്നിട്ടുള്ള ഒരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആണ്. അതിലൊന്ന് ഒരു എംബ്രോയ്ഡറി വർക്ക് കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എംബ്രോയ്ഡറി അല്ല, ഒരു സീക്വൻസ് സറി വർക്ക് കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വി നെക്കിലാണ് വന്നിട്ടുള്ളത്. നെക്കിൻ്റെ പോർഷനിലും ഒരു സീക്വൻസ് വർക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദുപ്പട്ടയിൽ നമുക്ക് 4 സൈഡ്സിലും ഒരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട് സിഗ്സാക്കിൽ. ആൻഡ് ഒരു ഫ്ലോറലിൽ തന്നെ ഒരു പ്രിൻറ്റും വരുന്നുണ്ട്. ആൻഡ് സെപ്പറേറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ടാസിൽസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് SJL 149. പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 2359. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് വെബ്സൈറ്റ് www.hum.store. എന്നും ഫേവറേറ്റ് ആണ് സൽവാർ സെറ്റ് ഇടുന്നവർക്ക് ഭംഗിയായിട്ടുള്ള പ്രിൻറ്റ് പാറ്റേൺസിലുള്ള യോക്ക് ഡിസൈൻസ്.
ഡിജിറ്റൽ പ്രിൻറ്റിനകത്ത് ബനാറസി ലുക്സും കൂടെ കൊണ്ടുവന്നേക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻ ഓഫ് കോമ്പിനേഷൻസ്. ഈ കളക്ഷൻസ് എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ റെഡി ഫോർ ഡെസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഈ ഒരു ബ്യൂട്ടിഫുൾ കളർ പാലറ്റ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാർഡ്രോബ് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുൾ സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ലുക്കാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് ജസ്റ്റ് ഫോർ 2299. ഫസ്റ്റ് പീസ് വന്നിരിക്കുന്നത് ദേ ഇതാണ്, കണ്ടോ? ഫ്രണ്ട് പോർഷനിൽ റൗണ്ട് ആയിട്ടുള്ളൊരു നെക്ക് ഡീറ്റെയിലിംഗ്, യോക്ക് പോർഷനിൽ കോൺട്രാസ്റ്റ് കോമ്പിനേഷനിലുള്ള ഒരു ആമ്പൽപ്പൂ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു നല്ല ഭംഗിയുള്ളൊരു രാത്രിയുടെ ലുക്കാണ് എൻ്റെ പ്രിൻറ്റിങ്ങിനകത്ത് വന്നിരിക്കുന്നത്. ആൻഡ് യോക്കിലാണ് ആ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. കോപ്പർ കളറിലുള്ള വീവിങ് പാറ്റേൺസ് നമുക്ക് ത്രൂ ഔട്ട് ടോപ്പിൽ കാണാം. പാർട്ടി ഓറിയൻറ്റഡ് ആയിട്ട് വെയർ ചെയ്യാനും നല്ലൊരു ഓപ്ഷനാണ്. ടോപ്പിൻ്റെ സ്ലീവ്സിൽ കണ്ടോ, ദുപ്പട്ടയിലും അതേ ഇൻസ്പിറേഷൻസ് തന്നെ പ്രിൻറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ടോപ്പിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ബോട്ടം പെയർ ചെയ്തേക്കുന്നതും അതേപോലെ തന്നെ സറ്റൂൺ ഫാബ്രിക്കിനകത്ത് ഫുൾ ഇലാസ്റ്റിക് ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. ആൻഡ് ബ്യൂട്ടിഫുള്ളി പെയിൻറ്റഡ് ലുക്കിൽ ഭംഗിയായിട്ട് വന്നേക്കുന്ന ബനാറസി വോവൺ ദുപ്പട്ട ഉണ്ടോ. ഇതാണ് എൻ്റെ ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത്. അപ്പം ഈ ഒരു സെറ്റ് ഉറപ്പായിട്ടും നിങ്ങൾ മേടിക്കാൻ മറന്നു പോകരുത്. ജസ്റ്റ് ഫോർ 2299 ആണ്. ആൻഡ് VFD എന്ന കോഡിലാണ് 120 ആണ് ഈ പർട്ടിക്കുലർ കോഡ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരു കാര്യം മറക്കണ്ട, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓൺലൈൻ പർച്ചേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോട്ടോ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് ടീമിൻ്റെ നമ്പറിലോട്ട് അയച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ടീം ചെയ്യുന്നുണ്ടായിരുന്നു. റീസെൻ്റ്ലി ആണ് നമ്മുടെ കസ്റ്റമേഴ്സിൽ കുറച്ച് പേര് വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതിന് പകരം വാട്സപ്പ് ബുക്കിംഗ് ആക്റ്റീവ് ആക്കാമോ, നമ്മൾ ഓൾറെഡി അത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അത് വെച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പം ഫസ്റ്റ് ഡിസൈൻ. സെക്കൻഡ് ഡിസൈൻ വന്നേക്കുന്നത് നമുക്ക് 1 by 1 ആയിട്ട് ഇനി എഴുന്നേറ്റ് നിന്ന് കാണിക്കാം. ടോപ്സ് ചെയ്യുമ്പം എപ്പോഴും എഴുന്നേറ്റ് കാണിക്കണം എന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ പറയാറുണ്ട്. സെക്കൻഡ് കളർ വന്നേക്കുന്നത് ബ്രൗൺ ആണ് കേട്ടോ. നല്ല ഡാർക്ക് കോഫി ബ്രൗണിനകത്ത് നല്ല ഭംഗിയുള്ളൊരു പിങ്കിൻ്റെ ഷെയ്ഡ് ഫിനിഷിങ്, അതേ ഫ്ലോറൽ ഡീറ്റെയിലിംഗ് തന്നെ സ്ലീവ്സിൻ്റെ എൻഡിലും അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബോട്ടം വന്നേക്കുന്നതും സെയിം ടോണിൽ തന്നെയാണ്. ഒരു ഇച്ചിരി ലൂസ് ഫിറ്റായിട്ടുള്ള ഫുള്ളി ഇലാസ്റ്റിക് ആയിട്ടുള്ളതാണ്. VFD 221 ആണ് ഇതിൻ്റെ കോഡ് വന്നേക്കുന്നത്. ആൻഡ് ബ്യൂട്ടിഫുള്ളി പ്രിൻറ്റഡ് ദുപ്പട്ട, ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട എല്ലാത്തിനകത്തും ചന്തേരി ബേസ്ഡ് ആണ് കേട്ടോ. ടോപ്പിൻ്റെ ഫാബ്രിക് വീവിങ് പാറ്റേൺ അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിക്കുന്നതെല്ലാം മീഡിയം സൈസാണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുള്ളി ബർഗൻഡി കളറാണ്. ബർഗൻഡിയുടെ കൂടെ വന്നിരിക്കുന്ന കളർ പാലറ്റ് ഒരു സൺസെറ്റ് പീച്ച് പിങ്ക് ടോൺ കണ്ടോ. ഇതാണ് എൻ്റെ ബർഗൻഡി വിത്ത് സൺസെറ്റ് പീച്ച് പിങ്ക് ടോൺ. ഫുള്ളായിട്ട് ബോഡിയിൽ വീവിങ് പാറ്റേൺ വന്നിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ക്രേപ്പ് ഫാബ്രിക് കൊടുത്ത് ലൈനിങ് ഇട്ടാണ് ടോപ്പ് ഫിനിഷ് ചെയ്തേക്കുന്നത്. സ്ലീവ്സിലും ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവ്സിലും ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ് ചാർട്ട്സ് എല്ലാം നമ്മൾ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. ചാർട്ട്സ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതാണ് എൻ്റെ ദുപ്പട്ടയുടെ ബോട്ടം ആൻഡ് ദുപ്പട്ട. കോഡ് വന്നിരിക്കുന്നത് VFD 122 ദുപ്പട്ട. ഈ ദുപ്പട്ട ഒന്ന് ക്ലോസറിൽ കാണിച്ചു കേട്ടോ. നമ്മൾ ഇത്രയും നേരം കണ്ടിരുന്ന ദുപ്പട്ടയിൽ നിന്ന് നമ്മൾ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുമ്പം പൈൻ ട്രീസിൻ്റെ ഇതെല്ലാം കാണാറില്ല, ആ ഒരു ലുക്കാണ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വൺ സൈഡിൽ, മറ്റേ സൈഡിൽ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഫ്ലോറൽ പാറ്റേൺസ്. അതുതന്നെയാണ് യോക്കിൽ കൊടുത്തിരിക്കുന്ന പ്രിൻറ്റ് പാറ്റേൺ. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നേവി ബ്ലൂ ഷെയ്ഡാണ്. നേവി ബ്ലൂ ഷെയ്ഡിനകത്തും ആ ഒരു ഡീറ്റെയിലിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു സീനിക് ബ്യൂട്ടിയാണ് വന്നേക്കുന്നത്. മോൾ ഇവിടെ ഇരിപ്പുണ്ട്, എന്തൊക്കെയോ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്, എനിക്കത് കേൾക്കാൻ പറ്റുന്നില്ല. സെവനാ ഓക്കെ. എൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ഡിജിറ്റൽ പ്രിൻ്റഡ് ആണ് ദുപ്പട്ടയുടെ പാറ്റേൺ സ്റ്റൈൽ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ദുപ്പട്ടയുടെ ലുക്ക് വരുന്നത്. അപ്പം ഈ ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻ നിങ്ങളുടെ വാർഡ്രോബിലോട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റോക്കാണ് നമ്മളിപ്പോൾ റെഡി ഫോർ ഡെസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആക്കിയിരിക്കുന്നു. റെഡി സ്റ്റോക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഈദ് ടൈമൊക്കെ വരുമല്ലേ, ഫെസ്റ്റീവ് ടൈം, അതായത് ഈദെന്ന് മാത്രമല്ല വിഷു വരുന്നുണ്ട്, ഈസ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഫെസ്റ്റീവ് സീസണിന് പെയർ ചെയ്തോ ഗിഫ്റ്റ് ചെയ്യാനോ ഒക്കെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. വെയർ ചെയ്യാനോ ഗിഫ്റ്റ് ചെയ്യാനോ ഒക്കെ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു കളക്ഷനാണ്, ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷൻ നമ്മൾ ഇനിയും കൊണ്ടുവരാം.